റിഫാഅത്ത് ബിനു തഹ്താവി 1801 ജനിച്ചു, 1873 മരിച്ചു. ഇങ്ങനെ ഒരു 5 ആൾക്കാരെ ഒരുമിച്ച് പഠിക്കുക. നക്കാഷ് മാറൂൻ നക്കാഷ് 1817 ജനിച്ചു, ബാറൂദി 38, മുഹമ്മദ് അബ്ദു 49, ജുർജി സെയ്ദാൻ 161. 5 പേര് വെച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് പഠിക്കുക കേട്ടോ. റിഫാഅത്തു തഹ്താവി. റിഫാഅത്തു 1801 ജനിച്ചു, 1873 മരണപ്പെട്ടു. റിഫാഅത്ത് ബിനു ബദവി ബിനു റാഫി റാഇദു തർജുമത്തി ഫി അസ്രിൽ ഹദീസി. തർജുമയുടെ നേതാവ്, ആധുനിക കാലഘട്ടത്തിലെ ട്രാൻസ്ലേഷൻ്റെ റായിദ്. ഇതാണ് ഇവരെ ഏറ്റവും വലിയ സ്ഥാനപ്പേര്. റായിദു തൻവീർ എന്നുണ്ട്, പിന്നെ ഒരുപാട് സ്ഥാനപ്പേരുണ്ട്. തൊഹ്തയിലാണ് ജനിച്ചത്. ഹുസൈൻ ബിൻ അലി തങ്ങളിലേക്കാണ് ബന്ധം പോകുന്നത്. ഉപ്പ ഫാത്തിമ ബിൻത്ത് അഹ്മദുൽ ഫറഇലി. ഹസ്രജി, സ്വഹാബത്തിലെ ഹസ്രജി നിസ്ബയിലേക്ക് പോകുന്നു. വലിയ കുടുംബത്തിൽ ജനിച്ചു. അസ്ഹറിൽ തൻ്റെ 16-ാം വയസ്സിൽ ചേർന്നു. ഷെയ്ഖ് ഹസൻ അത്താർ തൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അസ്ഹറിൽ 8 വർഷം അദ്ദേഹം ജീവിച്ചു. 8 വർഷം അസ്ഹറിൽ കഴിച്ചുകൂട്ടി. ഇനി 1824 അദ്ദേഹം അസ്ഹറിൽ നിന്ന് ഇറങ്ങി. അദ്ദേഹം പിന്നെ ഒരു വാഇലായിട്ട് മിസ്റിലെ ജയ്ഷിൻ്റെ ഇമാമായിട്ട് അറിയപ്പെട്ടു. മുഹമ്മദ് അലിയുടെ സൈന്യത്തിൻ്റെ ഇമാമായിട്ട് അറിയപ്പെട്ടു. 1826 മൂപ്പര് ഫ്രാൻസിലേക്ക് 40 സ്റ്റുഡൻറ്റിനെ അയച്ചു. അതിൻ്റെ അമീറായിട്ട് 24-ാം വയസ്സിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അങ്ങനെ മദ്രസ തിബിൻ്റെ ആളായിട്ട് അദ്ദേഹത്തെ നിർണയിച്ചു. 1831 തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഫ്രാൻസിൻ്റെ ഭരണഘടന ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ അസ്സസ റിഫാഅത്തു തഹ്താവി മദ്രസത്തു അൽസിൻ 1835 സ്ഥാപിച്ചു. പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ആവശ്യമുള്ള PSC നെറ്റിനൊക്കെ ആവശ്യമുള്ളതാണ് പറയുന്നത്. മദ്രസത്തു അൽസിൻ വിദേശ ഭാഷകൾ പഠിക്കാൻ വേണ്ടി അതിൻ്റെ നെലാറത്തും അതിൻ്റെ മേൽനോട്ടൊക്കെ ഏറ്റെടുത്തത് ബഹുമാനപ്പെട്ട റിഫാഅത്ത് തഹ്താവിയാണ്. അങ്ങനെ 1849 ഖലമു തർജുമ എന്ന് പറയുന്നത് സ്ഥാപിച്ചു. അതേപോലെ 1850 വഖായിൽ മിസ്രിയുടെ മേൽനോട്ടം ഏറ്റെടുത്തു. ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നുണ്ട്. 1856 മദ്രസത്തുൽ അറബിയ ഉണ്ടാക്കി. അതിൻ്റെയും മേൽനോട്ടം റിയാസത്ത് മൂപ്പരെ തന്നെ ഏൽപ്പിച്ചു. ഇനിയും ഒരുപാടുണ്ട്. റൗദത്തുൽ മദ്രസയുടെ മാഗസിൻ മൂപ്പർ ഏറ്റെടുത്തു. മജല്ലത്തു റൗദുൽ മദാരിസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് മാഗസിനൊക്കെ മൂപ്പർ ഏറ്റെടുത്തിട്ടുണ്ട്. 1873 മരണപ്പെടുന്നത്. പിന്നീട് ഇയാളൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ പറ്റുന്നത് അവലുമന്നാദ, സ്ത്രീകൾക്ക് ഫ്രീഡം വേണമെന്ന് പറഞ്ഞ ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഫ്രീഡം വേണമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം.
ഇനി കുറേ ആൾക്കാർ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്. ഇന്നഹു ഫി ഫജ്രി ഹാദൽ കർണിൽ അഖീർ, അവസാന കാലഘട്ടത്തിലെ ഫജ്റാണ്, പ്രഭാതമാണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാരിയസ് ഷൈമൂൽ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി എത്രയാണോ പോയിന്റുകൾ ഉള്ളത്. താരീഖ് ഖുദമാഉൽ മിസ്രിയീൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. മുർഷിദുൽ അമീൻ ലിൽ ബനാത്തി വൽ ബനീൻ, വിദ്യാഭ്യാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ്. മനാഹിജുൽ അൽബാബി അൽ മിസ്രിയ, മനാഹിജ് ആദാബിൽ മിസ്രിയ, ബൈന അൻ കമാൽ മദീനീന, തഖ്ലീസുൽ ഇബ്രീസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഫ്രാൻസിലേക്ക് തൻ്റെ യാത്രയായി വരുന്ന തഖ്ലീസുൽ ഇബ്രീസ്, അതിലും രാഷ്ട്രീയ ചിന്തകളാണ്. തഅരിബാത്തു ഷാഫിയ, ഇൻഷാഉൽ അത്താർ, കിതാബുൽ മബാദിൽ ഹന്ദസ, നുബ്ദത്തുൻ ഫി മത്ലോജി, ബിദായത്തുൽ ഖുദമ വ ഹിദായത്തുൽ ഹുകമ, ഖലായിദുൽ മഫാഹിർ, അത്തുഹ്ഫത്തുൽ മക്തബിയ, മവാക്കിഉൽ അഫ്ലാഖ്, ശർഹു ലാമിയത്തുൽ അറബ്, ജമാലുൽ അജ്റുമിയ, റുജൂസത്തു ഫി ഇൽമിൽ കലാം, ബഹ്സു ഫി മദാഹിബുൽ ഫിഖ്ഹി, ഇതൊക്കെ ഇവരുടെ ഗ്രന്ഥങ്ങളാകുന്നു.